ഇനി നമുക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻപുട്ട് മിസ്മാച്ച് എക്സെപ്ഷൻ എന്താണെന്ന് നോക്കാം. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഇതായിരുന്നു. ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ആക്സെപ്റ്റ് ചെയ്തത് അല്ലെ. ഒന്ന്, നെയിം എന്നുള്ളത് സ്ട്രിംഗ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഏജ് ഇന്റിജർ ആയിട്ട് നെക്സ്റ്റ് ഇൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത്, അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ഫ്ലോട്ട് വാല്യൂ ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡബിളാണ് ആക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇതൊക്കെ യൂസർ റോങ് ആയിട്ടാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ, ഇൻകറക്റ്റ് വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഞാനിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് നെയിം ആണ് വന്നത്. നെയിം സ്ട്രിംഗ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ സ്ട്രിങ്ങിന് അതായത് ഒരു വാല്യൂ കൊടുക്കുന്നതിന് പകരം, ഒരു സ്ട്രിംഗ് വാല്യൂ കൊടുക്കുന്നതിന് പകരം ഞാനൊരു ഇന്റിജർ വാല്യൂ ആണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കേസിൽ നമുക്ക് ഒരു എക്സെപ്ഷനും ത്രോ ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ഡാറ്റ കൊടുത്താലും അത് ആക്സെപ്റ്റ് ചെയ്യും. അത് കോൺസിനകത്താണ് എടുക്കുന്നത്. നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്താലും ഇന്റിജർ, സ്ട്രിങ്ങിന് പകരം ഇന്റിജർ കൊടുത്താലും അത് ആക്സെപ്റ്റ് ചെയ്യും. കാര്യം അത് സ്ട്രിംഗ് ആണ്. പക്ഷേ ബാക്കിയുള്ള സ്കാനർ മെത്തേഡ്സിലേക്ക് നിങ്ങൾ അതിൽ റോങ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഏജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്പർ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഞാനിവിടെ ഒരു സ്ട്രിംഗ് കൊടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു പോയിന്റ് വരുന്ന ഒരു വാല്യൂ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ സിറ്റുവേഷനിൽ ജാവ ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് മിസ്മാച്ച് എക്സെപ്ഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ആണ് തരുന്നത്. ഇതും ഉണ്ടാവും ചിലപ്പോൾ. ഈ സ്ട്രിങ്ങിനകത്തേക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ എന്ത് എക്സെപ്ഷൻ ആണ് കിട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഈ ആൻസർ എഴുതി വെക്കരുത്. സ്ട്രിങ് അത് ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ ബാക്കിയുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റത്തെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡബിൾ അല്ലേ. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഏജ് കറക്റ്റ് ആയിട്ട് കൊടുക്കട്ടെ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഫ്ലോട്ട് വാല്യൂ ആണ് കൊടുക്കേണ്ടത് അല്ലെ. അതിന് പകരം ഞാൻ സ്ട്രിങ് കൊടുത്തു എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോഴും ഇൻപുട്ട് മിസ്മാച്ച് എന്നുള്ള എക്സെപ്ഷൻ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ എക്സെപ്ഷന്റെ പേര് ഓർത്തിരിക്കണം. നമുക്ക് ടെസ്റ്റുകൾക്ക് ആവശ്യമുണ്ട്, ഇന്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ ആവശ്യമുണ്ട്.